വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 5, 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. വലത് കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. വിവാഹമോചനം. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമില്ലാത്ത ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ലൈംഗിക സദാചാരത്തെ പറ്റിയുള്ള യേശുവിന്റെ നിലപാട്. യേശു തന്റെ അനുയായികൾക്കായി നൽകുന്ന മാർഗദർശനങ്ങളുടെ ഭാഗികമായ അവതരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാനാകുക. മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവണതകളിലൊന്നായ ലൈംഗികതയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ മുഖ്യ വിഷയം. പ്രാബല്യത്തിലുള്ള ധാർമ്മിക സംഹിതകളിൽ ഉചിതമായ തിരുത്തലുകളും ആവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലുകളും പ്രസക്തമായിട്ടുള്ള പൊളിച്ചെഴുത്തുകളും ഒക്കെ യേശു നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. അന്ന് പ്രാബല്യത്തിലുള്ള ധർമ്മശാസ്ത്ര വ്യവസ്ഥയനുസരിച്ച് വ്യഭിചാരം കുറ്റകരമാണ് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ വ്യഭിചാരം എന്ന് പറയുന്ന ബാഹ്യമായിട്ടുള്ള ആ കൃത്യം തന്നെയല്ല കുറ്റം. മനുഷ്യന്റെ ലൈംഗിക ആസക്തിയോടുകൂടെ ഉള്ള ചിന്തകൾ പോലും കുറ്റകരമായിട്ട് വരും എന്നുള്ളതാണ് യേശുവിന്റെ കൂട്ടിച്ചേർക്കല്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അതേ ഗൗരവവും ചിലപ്പോൾ അതിനേക്കാൾ ഗൗരവവുമായിട്ടുള്ള തെറ്റായി തീരും മനുഷ്യന്റെ മനസ്സിൽ ചെയ്യുന്ന തെറ്റുകൾ എന്നുള്ളതാണ് യേശുവിന്റെ ദർശനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് മനുഷ്യൻ എല്ലാ തരത്തിലും തന്നെ അവന്റെ ലൈംഗികമായിട്ടുള്ള വാസനയെ നിയന്ത്രിക്കുകയും ശിക്ഷണം നൽകി ജീവിതത്തിൽ അതിനെ പാകപ്പെടുത്തുവാനും ഇടവരണം. പ്രത്യേകം ദൈവവിളി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ജീവിതമാകുന്ന കുടുംബ ജീവിതമായിരിക്കും അഭിലഷണീയമെന്നുമാണ് യേശുവിന്റെ മനസ്സ്. എന്നാൽ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ വിശ്വസ്തയോടുകൂടെ തങ്ങളുടെ ദാമ്പത്യ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടെന്നും ഒരു തരത്തിലും തന്റെ പങ്കാളിയെ വഞ്ചിക്കാൻ ഇടവരാതെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തേണ്ടത് അത്യാവശ്യമാണെന്നും യേശു നിർദ്ദേശിക്കുന്നു. തങ്ങളുടെ ജീവിത പങ്കാളിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്താതെ പരസംഗമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഗൗരവമായിട്ടുള്ള കുറ്റമായിട്ടാണ് യേശു പഠിപ്പിക്കുന്നത്. അതോടൊപ്പം മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ ഏതെങ്കിലും എത്ര പ്രധാനപ്പെട്ട അവയവങ്ങളായാലും ശരി അവ നഷ്ടപ്പെടാൻ ഇടവരുന്നതുമാണ് കൂടുതൽ നല്ലത്. ഒരുവൻ സ്വയമായിട്ട് തെറ്റ് ചെയ്യുന്നതോ ഉതപ്പ് വഴിയോ ദുഷ്പ്രേരണ മറ്റുള്ളവർക്ക് നൽകിയോ മറ്റുള്ളവരെ തെറ്റിനെ പ്രേരിപ്പിക്കുന്നതിനേക്കാൾ എന്നുള്ളതാണ് യേശുവിന്റെ നിഗമനം. യേശു വളരെ ഗൗരവബുദ്ധിയോടുകൂടിയാണ് ദുഷ്പ്രേരണ എന്ന തെറ്റിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് യേശുവിന്റെ ധാർമ്മിക സംഹിതയുടെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത ബാഹ്യമായിട്ടുള്ള
തെറ്റുകൾക്കോടൊപ്പം തന്നെ തെറ്റുകളുടെ ഗൗരവം മനുഷ്യന്റെ മനസ്സിൽ രൂപം കൊള്ളുന്നു എന്നുള്ളതാണ്. യേശു നൽകുന്ന ഈ പ്രബോധനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരും കടമയും ഉള്ളവരാണ് മക്കളായ നമ്മളൊക്കെ എന്ന് നാം മനസ്സിലാക്കണം.